Hello students, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് 2.2 ആണ് ഇവാലുവേറ്റിംഗ് ഡിറ്റർമിനൻസ് ബൈ റോ റിഡക്ഷൻ. ഡിറ്റർമിനൻസിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. ഫസ്റ്റ് നമുക്കൊരു തിയറാണ് വരുന്നത്. തിയറം പറയുന്നത് ഇതാണ്: ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് ആൻഡ് ഇഫ് എ ഹാസ് റോ ഓഫ് സീറോസ് or a column of zeros, then determinant of A equal to 0. എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ സെക്ഷനിലെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും റോയിൽ കൂടിയോ കോളത്തിൽ കൂടിയോ നമുക്ക് കോഫാക്ടർ, ഇഷ്ടമുള്ള റോയിൽ കൂടിയോ കോളത്തിൽ കൂടിയോ നമുക്ക് കോഫാക്ടർ എക്സ്പാൻഷൻ നടത്തി ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നോർമലായിട്ട് നമ്മൾ ഫസ്റ്റ് റോയിൽ കൂടിയാണ് ചെയ്യാറ് എന്നുള്ളത് പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ തന്നെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്പർ ഓഫ് സീറോസ് കൂടുതലുള്ള റോയിൽ കൂടിയോ കോളത്തിൽ കൂടിയോ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന തിയറത്തിൽ പറയുന്നത് ഇതാണ്: ഇപ്പം ഏതെങ്കിലും ഒരു മെട്രിക്സിന്റെ റോയോ കോളോ, ഏതെങ്കിലും ഒരു റോയോ ഏതെങ്കിലും ഒരു കോളോ കംപ്ലീറ്റ് സീറോ ആണ് എങ്കിൽ നമുക്ക് അതിൽ കൂടിയും കോഫാക്ടർ എക്സ്പാൻഷൻ നടത്താം. അപ്പം എന്താ, അതിൽ കൂടി കോഫാക്ടർ എക്സ്പാൻഷൻ നടത്തിയാൽ അതിലുള്ള എലമെന്റ്സ് മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീറോ കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്യണേ. അപ്പം മൊത്തത്തിൽ ഡിറ്റർമിനന്റ് എന്തായാലും അത് സീറോ ആയിട്ട് മാറും എന്നാണ് തിയറം പറയുന്നത്. അപ്പോൾ അതന്നെയാണ് അതിൻ്റെ പ്രൂഫ്. ചെറുതായിട്ട് അതിൻ്റെ പ്രൂഫ് അവിടെ എഴുതിയിട്ടുണ്ട്, അതും കൂടെ പഠിക്കാം. സിൻസ് ദ ഡിറ്റർമിനന്റ് ഓഫ് എ ക്യാൻ ബി ഫൗണ്ട് ബൈ ദ കോഫാക്ടർ എക്സ്പാൻഷൻ എലോങ് എനി റോ ഓർ കോളം, വി ക്യാൻ യൂസ് ദ റോ ഓർ കോളം ഓഫ് സീറോസ്. നമുക്ക് ആ റോ ഓർ കോളം എടുക്കാം, ഫുൾ സീറോ ആയിട്ടുള്ള റോ ആണോ കോളാണോ ഏതാച്ചാൽ അത്. ആൻഡ് ഇഫ് വി ലെറ്റ് C1 C2 etc. Cn denote the cofactors of A along that row or column. ഇതാണ് കോഫാക്ടേഴ്സ് എന്ന് വിചാരിക്കുക, അതെന്തോ ആവട്ടെ, നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് കിട്ടിയെന്ന് വിചാരിക്കാം. ആൻഡ് ഇറ്റ് ഫോളോസ് ദാറ്റ്, ഈ നമ്പർ ഒന്നും എഴുതണ്ട കേട്ടോ പ്രൂഫ് എഴുതുമ്പോൾ, ഇറ്റ് ഫോളോസ് ദാറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇത് എഴുതിക്കോളൂ. ഡിറ്റർമിനന്റ് A ഈക്വൽ ടു 0 × C1 വരും അല്ലേ. 0 × C1 പ്ലസ് 0 × C2. കോഫാക്ടർ എന്ന് പറയുമ്പോൾ ഇത് പ്ലസ് ഇത് മൈനസ് എന്നുള്ള വാല്യൂസ് ആണ് നമ്മൾ എടുത്തേക്കണത് കേട്ടോ. അതുകൊണ്ടാണ് ഇതെല്ലാം പ്ലസ് ആക്കി ഇവിടെ എഴുതിയിരിക്കുന്നത്. കോഫാക്ടർ എന്നാണ് എടുത്തേക്കണത്. മൈനർ ആണെങ്കിലാണ് ഇവിടെ പ്ലസ് മൈനസ് നമ്മൾ സിമ്പിൾ എന്താന്നുള്ളത് കൂടി മെൻഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത് കോഫാക്ടർ എന്ന് എടുത്തേക്കണം, അതിനോട് ഇത് തന്നെ പ്ലസ് ആയിരിക്കും, ഇതൊരു മൈനസ് ക്വാണ്ടിറ്റി ആയിരിക്കും, അങ്ങനെ ചിഹ്നം കൂടി ഇതിൻ്റെ ഉള്ളിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നടുവിലെല്ലാം പ്ലസ് ഇട്ട് പോയിക്കുന്നത്. 0 × C2 etc. 0 × Cn വിച്ച് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് ദ പ്രൂഫ്. അപ്പോൾ ഏതെങ്കിലും ഒരു റോയോ കോളോ സീറോ ആണെങ്കിൽ ഡിറ്റർമിനന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിൽക്കണ്ട, അതെന്തായാലും സീറോ ആയിരിക്കും. അടുത്ത തിയറം: ലെറ്റ് എ ബി എ സ്ക്വയർ മെട്രിക്സ് ദെൻ ഡിറ്റർമിനന്റ് ഓഫ് എ ഈസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ്. ഡിറ്റയും ഡിറ്റ എ ട്രാൻസ്പോസും സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൂഫ് പറയുന്നത് ഇതാണ്: നമ്മൾ എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ എന്താ ചെയ്യുന്നത്, റോയും കോളവും പരസ്പരം ഇന്റർചേഞ്ച് ചെയ്യുന്നു. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യാനായിട്ട് ഏത് റോയിൽ കൂടിയും ഏത് കോളത്തിൽ കൂടിയും നമുക്ക് കോഫാക്ടർ എക്സ്പാൻഷൻ നടത്താം. അപ്പോൾ ഇതിൽ റോയും കോളവും അങ്ങോട്ടും ചേഞ്ച് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ഡിറ്റർമിനന്റിന് അവിടെ മാറ്റമൊന്നും വരുത്തുന്നില്ല. ഏത് റോയും ഏത് കോളവും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ കോളവും റോയും അങ്ങോട്ടും മാറിയാലും നമുക്ക് ഏതിൽ കൂടി കോഫാക്ടർ എക്സ്പാൻഷൻ നടത്തിയാലും സെയിം തന്നെ കിട്ടും. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എയും ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസും സെയിം ആയിരിക്കും. അതാണ് ഇവിടെ പ്രൂഫിൽ വരുന്നത്. സിൻസ് ട്രാൻസ്പോസിങ് എ മെട്രിക്സ് ചേഞ്ചസ് ഇറ്റ്സ് കോളം to rows and its rows to columns, the cofactor expansion of A along any row is same as the cofactor expansion of A transpose along the corresponding column. Thus both have the same determinant. അത് എഴുതിയാൽ മതി അതിൻ്റെ പ്രൂഫ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെറിയ തിയറംസിൻ്റെ ഒക്കെ പ്രൂഫ് ചോദിക്കാം, അപ്പോൾ അത് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്തത് ഒരു ടേബിളാണ്. ടേബിളിന് ശേഷം ആ ടേബിളിൽ പറയുന്ന കാര്യങ്ങൾ തിയറായിട്ടും പറയുന്നുണ്ട്. എന്നാലും നിങ്ങൾ ടേബിൾ എഴുതുക, തിയറും എഴുതുക കേട്ടോ. ഇത് മനസ്സിലാക്കാൻ എളുപ്പത്തിൽ ഈ റെപ്രസെൻറ്റേഷൻ യൂസ് ചെയ്യാം. ഇപ്പം ഇങ്ങനെയാണ് ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് കാണാനായിട്ട്. മെട്രിക്സിൻ്റെ ഫോം എങ്ങനെയാണെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ ഡിറ്റർമിനന്റ് കാണുമ്പോൾ എന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രത്യേകത ഒരു കോൺസ്റ്റന്റ് കൊണ്ട് ത്രൂ ഔട്ട് ഒരു റോയെയോ അല്ലെങ്കിൽ കോളത്തിനെ ആയാലും മതിയിട്ടോ. ഇവിടെ റോയ്ക്ക് പറയുന്ന എല്ലാ കാര്യവും കോളത്തിനും ബാധകമാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കംപ്ലീറ്റ് ഒരു റോയെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രീതിയിലാണ് കിടക്കണേന്ന് വിചാരിക്കും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 8 ആണെന്ന് വിചാരിക്കും.
അപ്പോൾ ത്രൂ ഔട്ട് 2 കൊണ്ട് 2ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടല്ലേ എടുക്കണേ. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത രീതിയിൽ അവരെ എഴുതാമല്ലോ. അങ്ങനെ ഒരു റോയിൽ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തോ അല്ലെങ്കിൽ ഒരു കോളത്തിൽ ഒരു കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തോ എടുക്കുന്നുണ്ടെങ്കിൽ അവരെ നമുക്ക് ഡിറ്റർമിനന്റിന്റെ ഔട്ട്സൈഡ് എടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തം മെട്രിക്സിലെ എലമെന്റിനെ ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വേണ്ട അതിൽ നിന്ന് ഔട്ട്സൈഡ് എടുക്കാൻ. സാധാരണ നമ്മൾ ഒരു ബ്രാക്കറ്റിൽ നിന്നൊക്കെ ഔട്ട്സൈഡ് എടുക്കുമ്പോൾ അതിൽ എല്ലാ ടേംസിനെയും അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമെങ്കിലല്ലേ, അല്ലെങ്കിൽ എല്ലാ ടേംസിൽ നിന്നും കെ ഔട്ട്സൈഡ് എടുക്കാൻ പറ്റുമെങ്കിലല്ലേ അതിന് ഔട്ട്സൈഡ് ബ്രാക്കറ്റിന് ഔട്ട്സൈഡ് നമ്മൾ എടുക്കാറുള്ളൂ. പക്ഷെ മെട്രിക്സിന്റെ കേസിൽ മൊത്തം മെട്രിക്സിലെ എലമെന്റ്സിനെ ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഏതെങ്കിലും ഒരു റോയിൽ നിന്നോ കോളത്തിൽ നിന്നോ നമുക്ക് കോൺസ്റ്റന്റിനെ ഔട്ട്സൈഡ് എടുക്കാവുന്നതാണ്. ഈ ഫസ്റ്റ് റോയിലുണ്ട് എങ്കിൽ ഈ കെ ഇൻറ്റു കെ പുറത്തെടുക്കാം, ഡിറ്റർമിനന്റ് ഓഫ് ദിസ് എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ബി ഈക്വൽ ടു, ഇതാണ് ബി എന്ന് പറയുന്ന മെട്രിക്സ് എങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ബി ഈക്വൽ ടു കെ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ, ഇതാണ് എ എന്ന് പറയുന്ന മെട്രിക്സ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ 3 റോയിലും കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ 3 പ്രാവശ്യം കെനെ ഔട്ട്സൈഡ് എടുക്കണം കേട്ടോ. അല്ലെങ്കിൽ 3 കോളത്തിലും കെ ഉണ്ടെങ്കിൽ 3 പ്രാവശ്യം കെനെ ഔട്ട്സൈഡ് എടുക്കണം. ആ രീതിയിലാണ് വരിക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. മൊത്തത്തിലുള്ള മെട്രിക്സിൽ 3 റോയിലും ഉണ്ടെങ്കിൽ വെറുതെ ഒരു കെ അല്ല, കെ ഇൻറ്റു കെ ആണ് ഔട്ട്സൈഡ് പോരുക. ഒരു റോയിൽ നിന്നോ ഒരു കോളത്തിൽ നിന്നോ ആണ് നമ്മൾ കോൺസ്റ്റന്റിനെ ഔട്ട്സൈഡ് എടുക്കുക മെട്രിക്സിന്റെ കേസിൽ. ഓക്കെ, അടുത്തത് ഒരു മെട്രിക്സിന്റെ ഇതാണ് ഡിറ്റർമിനന്റ്. ഇത് എ എന്ന് പറയുന്ന മെട്രിക്സ് ആണ്. നമ്മൾ സാധാരണ പറയാറുള്ള A11, A12, A13, A21, A22, A23, A31, A32, A33 എന്ന് പറയുന്നത് 3x3 മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിന്റെ പ്രത്യേകത, ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ പ്രത്യേകത ഇത് കണ്ടോ, ഇതിന്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും കൂടി ഇന്റർചേഞ്ച് ചെയ്തിരിക്കുന്നു. ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും കൂടി ഇന്റർചേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതുപോലെ ഏത് റോയും കോളവും ഇന്റർചേഞ്ച് ചെയ്താലും അതൊരു എലിമെന്ററി ഓപ്പറേഷൻ ആണ് അല്ലെ, ഇന്റർചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അങ്ങനത്തെ ആ ഇന്റർചേഞ്ചിങ് എന്നുള്ള എലിമെന്ററി ഓപ്പറേഷൻ നമ്മൾ നടത്തി കഴിഞ്ഞാൽ ഇതിന്റെ ഡിറ്റർമിനന്റിൽ ഉണ്ടാവുന്ന വ്യത്യാസം, ഡിറ്റർമിനന്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ മൈനസ് ചിഹ്നം ഉണ്ട് കേട്ടോ ഇവിടെ, മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് എ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കോളമോ ഒരു റോയോ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുക ഏതായിരുന്നോ ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് അതിന്റെ നെഗറ്റീവ്. ഒരു പ്രാവശ്യം ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം നെഗറ്റീവ് എടുക്കുക, വീണ്ടും ഒന്നുകൂടി ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നെഗറ്റീവ് എടുക്കുക. അങ്ങനെ ഓരോ പ്രാവശ്യത്തെ ഇന്റർചേഞ്ചിനും ഓരോ നെഗറ്റീവ് വെച്ച് കൂടിക്കൊണ്ടിരിക്കും, മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അതാണ് അവിടെ വരുന്നത്. പിന്നെ ഇതിന്റെ പ്രത്യേകത നോക്കൂ, ഈ 2 മെട്രിക്സുകളുടെ, ഇത് എ എന്ന് പറയുന്ന മെട്രിക്സ് ആണെങ്കിൽ ഈ ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ പ്രത്യേകത ഇവിടെ ആ എലിമെന്ററി ഓപ്പറേഷൻ ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നോക്കി നോക്കൂ, ഫസ്റ്റ് റോയോട് കൂടി സെക്കൻഡ് റോയെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ആഡ് ചെയ്തിരിക്കുന്നു അല്ലേ. ഫസ്റ്റ് റോയാണ് A11, അതിനോടുകൂടി സെക്കൻഡ് റോയെ കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിരിക്കുന്നു. ഇതും ഒരു ടൈപ്പ് എലിമെന്ററി ഓപ്പറേഷൻ ആണല്ലോ, നമ്മൾ ചെയ്യാറുള്ളതല്ലേ. റിഡക്ഷനൊക്കെ വേണ്ടിയിട്ട്, റോ റിഡക്ഷന്, റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ 3 എലിമെന്ററി ഓപ്പറേഷൻസിൽ ഒന്നാണിത്. അപ്പം ഇത്തരത്തിലാണ് ഒരു മെട്രിക്സും വേറൊരു മെട്രിക്സും തമ്മിലുള്ള റിലേഷൻ എങ്കിൽ എയിൽ നിന്ന് എയും ബിയും തമ്മിലുള്ള റിലേഷൻ എയുടെ ഫസ്റ്റ് റോയോട് കൂടി സെക്കൻഡ് റോയെ കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിരിക്കുന്നു. ആ ഒരു ഫോമാണ് എങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ബിയും ഡിറ്റർമിനന്റ് ഓഫ് എയും സെയിം ആയിരിക്കും എന്നാണ് മൂന്നാമത്തെ റിസൾട്ട്. അപ്പോൾ ആ തേർഡ് ടൈപ്പ് എലിമെന്ററി ഓപ്പറേഷൻ ആണ് അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ടിൻ്റെയും ഡിറ്റർമിനന്റ് സെയിം ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതൊരു തിയറായിട്ടാണ് ഇവിടെ പറയുന്നത്. ഇഫ് ബി ഈസ് ദ മെട്രിക്സ് ദാറ്റ് റിസൾട്ട്സ് വെൻ എ സിംഗിൾ റോ ഓർ സിംഗിൾ കോളം ഓഫ് എ മൾട്ടിപ്ലൈഡ് ബൈ എ സ്കെയിലാർ കെ ദെൻ ഡിറ്റ് ബി ഈക്വൽ ടു കെ ഇൻറ്റു ഡിറ്റ് എ. ഇനി ഇന്റർചേഞ്ച് ഒരു പ്രാവശ്യം ഇന്റർചേഞ്ച് ആണ് ചെയ്തിരിക്കണമെങ്കിൽ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ എത്ര പ്രാവശ്യം ഇന്റർചേഞ്ച് ചെയ്യുന്നു അത്രയും പ്രാവശ്യം ആ മൈനസുകൾ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഒരു മൾട്ടിപ്പിൾ ഓഫ് 1 റോ വേറൊരു റോയോട് കൂടി ആഡ് ചെയ്ത ഫോമിലാണെങ്കിൽ രണ്ടിൻ്റെയും ഡിറ്റർമിനന്റ് എപ്പോഴും സെയിം ആയിരിക്കും. അതാണ് അവിടെ തിയറായിട്ട് പറയുന്നത്, അതും എഴുതി വെക്കുക. അതിൻ്റെ ഒരു വെരിഫിക്കേഷൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയാണ് വെരിഫിക്കേഷൻ കൊടുത്തേക്കുന്നത്, ഈ കോൺസ്റ്റന്റ് ഔട്ട്സൈഡ് എടുക്കുന്നതിൻ്റെ. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ഫസ്റ്റ് എലമെന്റ് ഇൻറ്റു കോഫാക്ടർ, അതാണ് C11 എഴുതിയേക്കണേ, പ്ലസ് സെക്കൻഡ് എലമെന്റ് ഇൻറ്റു കോഫാക്ടർ പ്ലസ് തേർഡ് എലമെന്റ് ഇൻറ്റു കോഫാക്ടർ. കോഫാക്ടർ ആയതുകൊണ്ടാണ് ഇവിടെ മൈനസ് ഇട്ട് പോവാത്തത്, പ്ലസ്സിൽ തന്നെ എഴുതിയേക്കണത് കേട്ടോ. അതിൽ തന്നെ ഉണ്ടാവും അതിൻ്റെ മൈനസും പ്ലസ്സും ഒക്കെ. അപ്പോൾ എല്ലാത്തിൽ നിന്നും കൂടി കെ ഔട്ട്സൈഡ് എടുത്താൽ ഇങ്ങനെയാണ് കിട്ടുക. ഇതെന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്, അത് വീണ്ടും ഡിറ്റർമിനന്റ് ഓഫ് എ എന്നുള്ള ഫോമിൽ എഴുതി. വെരിഫിക്കേഷൻ നിങ്ങൾ എഴുതണം എന്നില്ല, മനസ്സിലാക്കിയിരുന്നാൽ മതി.
അടുത്ത തിയറം, ലെറ്റ് ഇ ബി എൻ by an elementary matrix. എലിമെന്ററി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയാലോ എല്ലാവർക്കും. ഓക്കെ, അപ്പോൾ ലെറ്റ് ഇ ബി എൻ by an elementary matrix. E results from multiplying a row of in by a non-zero number k, then dt equal to k. അപ്പോൾ നമുക്കറിയാം എലിമെന്ററി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് ഐഡന്റിറ്റി മെട്രിക്സിന് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് നമുക്കറിയാലോ. അപ്പോൾ n by n ഐഡന്റിറ്റി മെട്രിക്സ്, അതായത് i n എന്നുള്ള അതിന് നൊട്ടേഷൻ കൊടുക്കാറ്. in-ന് 3 വിധത്തിലുള്ള എലിമെന്ററി ട്രാൻസ്ഫോർമേഷൻസ് അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന മെട്രിക്സ് ആണ് എലിമെന്ററി മെട്രിക്സസ്. അപ്പോൾ ഈ എലിമെന്ററി മെട്രിക്സ് in-ന്റെ ഒരു റോയെ k എന്ന് പറയുന്ന നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന എലിമെന്ററി മെട്രിക്സ് ആണ് എന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ഇ എന്ന് പറയുന്നത് k ആയിരിക്കും. കാരണം നമ്മൾ മുമ്പ് പറഞ്ഞ തിയറം പ്രകാരം ഡിറ്റർമിനന്റ് ഓഫ് ഇ ഈക്വൽ ടു k ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് i എന്ന് വരേണ്ടതാണ്. പക്ഷെ ഡിറ്റർമിനന്റ് ഓഫ് i എന്താ? 1 അല്ലേ? ഡയഗണൽ മെട്രിക്സ് അല്ലേ ഈ ഐഡന്റിറ്റി മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കിട്ടാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഡയഗണൽ എൻട്രീസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഡയഗണൽ എൻട്രീസ് എല്ലാം ഐഡന്റിറ്റി മെട്രിക്സ് ആയതുകൊണ്ട് ഇവിടെ 1 അല്ലേ വരുന്നത്. അപ്പോൾ 1 × 1 × 1 × 1 × n പ്രാവശ്യം 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 അല്ലേ കിട്ടുക. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ k ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് i ഉണ്ട്, പക്ഷെ അത് 1 ആയി പോവും. അതുകൊണ്ട് ഡിറ്റർമിനന്റ് ഓഫ് ഇ ഈക്വൽ ടു k എന്നാണ് എഴുതുക. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യം വേണമെങ്കിൽ പെൻസിലോണ്ട് എഴുതി വെക്കുക കേട്ടോ. ഏത് ഐഡന്റിറ്റി മെട്രിക്സ് ആയാലും അതിന്റെ ഡിറ്റർമിനന്റ് 1 ആയിരിക്കും. അടുത്തത്, if E results from interchanging 2 rows of in. ഇനി iന്റെ 2 റോസ് ഇന്റർചേഞ്ച് ചെയ്ത് കിട്ടുന്ന മെട്രിക്സ് ആണ് ഇ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിറ്റർമിനന്റ് ഓഫ് ഇ ഈക്വൽ ടു മൈനസ് ഡിറ്റർമിനന്റ് ഓഫ് i എന്നാണ് വരിക. നമുക്കറിയാം ഡിറ്റർമിനന്റ് ഓഫ് in 1 ആണ്, അതുകൊണ്ട് -1 കിട്ടും. മനസ്സിലായല്ലോ. അടുത്തത്, if E results from adding a multiple of 1 of in to another. ഒരു റോയെ മൾട്ടിപ്ലൈ ചെയ്ത് വേറൊരു റോയോടുകൂടി ആഡ് ചെയ്തിരിക്കുകയെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാറ് തിയറം പ്രകാരം, മുമ്പ് പറഞ്ഞ തിയറം പ്രകാരം ഡിറ്റർമിനന്റ് ഓഫ് ഇ എന്ന് പറയുന്നത് ഡിറ്റർമിനന്റ് ഓഫ് i ഈക്വൽ ആയിരിക്കും. എന്ന് വെച്ചാൽ 1 ആണത്. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് ഇ ഈക്വൽ ടു 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 1-2 എക്സാമ്പിളാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ എഴുതി വയ്ക്കാം. ഇപ്പോൾ ഇത് ഈ ഒരു മെട്രിക്സ് നോക്കി നോക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം i4 ആണ്, പക്ഷെ തേർഡ് റോയിൽ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ഫസ്റ്റ് പ്രോപ്പർട്ടി, അപ്പോൾ ഈ ബ്രാക്കറ്റ് ഞാനിത് മാർക്ക് ചെയ്തിട്ടില്ലേ നോട്ട് എഴുതാനായിട്ട്. നിങ്ങൾ വേണമെങ്കിൽ ഇത് ഈ എക്സാമ്പിളും കൂടെ എഴുതി വെച്ചോട്ടാ. മാർക്ക് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിലും ഈ എക്സാമ്പിൾ നോട്ടിക്ക് എഴുതിക്കോളൂ. അപ്പോൾ നോക്കി, ഇതിൻ്റെ പ്രകാരം ഇത് k ആണ് ഡിറ്റർമിനന്റ് വരിക. അപ്പോൾ ഇവിടെ 3 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തേക്കണേ സെക്കൻഡ് റോയെ. അപ്പോൾ ഇവിടെ 3 ആണ് ഡിറ്റർമിനന്റ് വരിക. ഇനി ഇത് നോക്കി നോക്കിയേ, ഇതിൻ്റെ പ്രത്യേകത ഫസ്റ്റ് റോയും ലാസ്റ്റ് റോയും, ഫസ്റ്റ് ലാസ്റ്റ് റോ ഇന്റർചേഞ്ച് ചെയ്തേക്കുക അല്ലേ i4ന്റെ. അപ്പോൾ എന്താ വേണ്ടേ? -1 അല്ലേ, ഒരു പ്രാവശ്യം ഇന്റർചേഞ്ചിങ് നടന്നുള്ളൂ. അപ്പോൾ -1 വരും. ഇനി ഒരു പ്രാവശ്യം കൂടി നടന്നാൽ വീണ്ടും ഇൻറ്റു -1 വരും കേട്ടോ. അപ്പോൾ അത് +1 ആവും. അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇത് നോക്കി, ഇതിൻ്റെ പ്രത്യേകത എന്താ? ഇതിൻ്റെ പ്രത്യേകത ഫസ്റ്റ് റോയോടുകൂടി ലാസ്റ്റ് റോയെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്തിരിക്കുന്നു. ലാസ്റ്റ് റോയെ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് ഫസ്റ്റ് റോയോട് ആഡ് ചെയ്തിരിക്കുന്നു അല്ലേ. മൂന്നാമത്തെ ടൈപ്പ് എലിമെന്ററി ഓപ്പറേഷൻ. അത് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റും i4ന്റെ ഡിറ്റർമിനൻറ്റും രണ്ടും സെയിം ആയിരിക്കും. നമുക്കറിയാം i4ന്റെ ഡിറ്റർമിനൻറ്റ് 1 ആണ്. സോ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഈക്വൽ ടു 1 എന്ന് പറയാൻ പറ്റും. അങ്ങനെ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഈ എലിമെന്ററി മെട്രിസസ് ആണെങ്കിൽ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഈ തിയറം യൂസ് ചെയ്തിട്ട് നേരെ നമുക്കതിൻ്റെ മനസ്സിലാക്കിയാൽ എന്താണ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്ന ഓപ്പറേഷൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നേരെ നമുക്ക് ഡിറ്റർമിനൻറ്റ് പറയാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ റിസൾട്ടുകളൊന്നും ഓർമ്മയില്ലെങ്കിൽ നമ്മളിത് മുഴുവൻ ഇരുന്ന് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു വെക്കുക. അത് കുറേ ഞാൻ പറഞ്ഞില്ലേ എക്സാമുകൾക്കാണ്, മറ്റു എക്സാമുകൾക്കാണ് കുറച്ചുകൂടെ നമുക്കത് ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഉപകാരപ്പെടുക. ഓക്കെ, അടുത്തതൊരു തിയറാണ്. തിയറം പറയുന്നത് ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ് വിത്ത് 2 പ്രപ്പോർഷണൽ റോസ് ഓർ 2 പ്രപ്പോർഷണൽ കോളംസ് ദെൻ ഡിറ്റ് എ ഈക്വൽ ടു 0. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ.